ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റിലേഷൻഷിപ്പ് നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തങ്ങളിലുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങളിലുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ നോക്കാം ആദ്യം. ഇത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സും നിങ്ങളോടൊപ്പമുള്ളതും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് സിറ്റുവേഷനാണ് ഇപ്പോൾ നടക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെയും പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്ത് സിറ്റുവേഷനാണ് നടക്കുന്നത്? പ്ലീസ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെയും തങ്ങളിൽ സെപ്പറേറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നെഗറ്റീവ് എനർജി ഇവിടെ ഉള്ളതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കുറ്റബോധമാണ്. നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഈഗോ എല്ലാം നശിച്ചു പോയിരിക്കുന്നൊരവസ്ഥയാണ്. തേർഡ് പാർട്ടിയെ ഭയന്നിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളെ നോക്കുന്നില്ല, നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നിങ്ങളെ ഇപ്പം അവർ ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നതെങ്കിലും ഒരിക്കലും അവർ വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഗ്രോത്ത് അവർ കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ്, എന്താണ്, ആരോടൊപ്പമാണ് എന്നുള്ള കാര്യം അവർ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 8 ആവർത്തിച്ചിട്ടുണ്ട്. 12, 3, 5, 7, 4, 5, വീണ്ടും 5 ആവർത്തിച്ചിട്ടുണ്ട്. 14. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞതായി കാണുന്നു. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്ട്രെങ്ത് അല്പം കുറഞ്ഞതായി കാണുന്നു. അതിന് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് എനർജി, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. ഒരു ബ്ലാക്ക് എനർജി, നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തിൽ, ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്തിനെ കുറച്ചതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ചില വ്യക്തികൾ പോയി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല, പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും അതേ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, കടന്നു പോയിട്ടില്ല. ഇവിടെ തേർഡ് പാർട്ടി നോക്കി നിൽക്കുകയാണ്, എപ്പോഴാണ് കടന്നു പോകുന്നത് എന്നുള്ളതിൽ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല, അല്പം കുറവാണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ കാണുന്നത്. ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായി പോയിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകും, ഈ ഒരു സമയം മാറി വരും എന്നുള്ളതിൽ നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു നല്ലൊരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കും. ഈ റിലേഷൻഷിപ്പിനെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇടും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം കുറ്റബോധം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ കർമ്മ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു ഓഫർ തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നു കൂടുതലും അവർ ഇൻവോൾവ് ആയിരുന്നത്. തേർഡ് പാർട്ടി എന്താണോ പറയുന്നത് അത് മാത്രമായിരുന്നു അവർ കേട്ട് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തേർഡ് പാർട്ടിയെ ഇവിടെ നോക്കിയാൽ 3 തളിരുകളുള്ള സ്റ്റെമ്മിനെ കാണാം. അത് വിട്ടുകൊണ്ട് തന്നെ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു എന്നും നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിച്ചു എന്നും അവർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വന്നാലോ ഒരു കോള് മെസ്സേജ് ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുതിര വളരെ സ്ലോയിലാണ് പോകുന്നത്. അവർ പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണോസ്. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. ഇവിടെ ഹെറോഫൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചില പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഓക്കെ, ചില ഇതുപോലെയുള്ള ടാരോ റീഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ചില വ്യക്തികളെടുത്ത് പോയിട്ട് നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. താൻ ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണോസ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ
5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടു പോയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവർ മാനസികമായും ശാരീരികമായും ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർ രോഗിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും പിന്നീട് ഉണ്ടായിട്ടില്ല. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് നല്ല പോസിറ്റീവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു സക്സസിനെ കുറിച്ചോ അവർക്കുണ്ടായിട്ടില്ല. അവരെവിടെ ചെന്നിരുന്നാലും അവരെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നതായിട്ടുള്ള എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നതായി കാണുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ സെലക്ട് ചെയ്തിരുന്നു. നിങ്ങളെക്കാളും പ്രയോറിറ്റി മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിരുന്നു. അത് അവരുടെ യാത്രാമധ്യത്തിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തി ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ പോലും നിങ്ങളോടൊപ്പം പോലും അവരെക്കുറിച്ച് ഉയർത്തി പറഞ്ഞുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് മാറ്റി നിന്നിരുന്ന ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അത് തന്നെ നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് നിന്ന് നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള ചില എനർജികളും ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. നിങ്ങളുടെ സ്നേഹത്തെ മുഴുവനും തട്ടിമറിച്ചിട്ടുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയി എങ്കിൽ ഇതുവരെയും നിങ്ങളുടെ പേഴ്സന് ആ ഒരു സംഭവത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടില്ല, ഒരു സന്തോഷം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഏതിൻ്റെ പിറകെയാണോ പോയത്? തേർഡ് പാർട്ടിയുടെ പിറകെയാണോ പോയത്? തേർഡ് പാർട്ടിയിൽ നിന്നും വളരെ വേദനയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളെ ചതിച്ചുകൊണ്ട് തേർഡ് പാർട്ടിക്ക് സ്ഥാനം കൊടുത്ത് തേർഡ് പാർട്ടിയുടെ പിറകെ പോയ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ സ്നേഹവും വിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ ഇവിടെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥനയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുകയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ തേർഡ് പാർട്ടിയെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിരുന്നു എന്നും നിങ്ങളെ ഇപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് അക്കരെ പച്ചയെന്ന് പറയുന്നത് പോലെ നിങ്ങളെ നോക്കിയപ്പോഴത്തേക്ക് നിങ്ങളിൽ നിന്നിരുന്ന സമയത്ത് തേർഡ് പാർട്ടി മനോഹരമായി തോന്നി. എന്നാൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു, എല്ലാം വെറുതെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നിങ്ങളെ അവർ നോക്കുന്നു. നിങ്ങൾ എത്രത്തോളം നല്ല വ്യക്തി ആയിരുന്നു എന്നും നിങ്ങളിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നും അതിനെ ഉപേക്ഷിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ജഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. വിട്ടു പോകുന്നത് ശരിയായില്ല, നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ചത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. നമുക്ക് ഇതും കൂടി ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്തായിരുന്നാലും മാനസികമായി തളർന്നിരിക്കുമ്പോഴും ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ ഇവിടെ ഉള്ളതായി കാണുന്നു. ദൈവം തന്നെ ചില വ്യക്തികൾ കൂടി ഇടപെട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. കാരണം അങ്ങോട്ട് പോകുന്നത് കുഴിയാണെന്നും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പിന്തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരണമെന്നും ചില വ്യക്തികൾ അവരോട് പറയുന്നതായി കാണുന്നു. ഓക്കെ, സൂചനകൾ യൂണിവേഴ്സിൽ നിന്നും സൂചനകൾ പലതും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും നാളും നിങ്ങളുടെ പേഴ്സൺ എടുത്തത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ഒരു ഫൂളിൻ്റെ തീരുമാനമായിരുന്നു എടുത്തതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് ഇവിടെ കടന്നു പോകുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എടുക്കുന്ന തീരുമാനവും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കാർഡ്സ് സെലക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് തീരുമാനത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ തീരുമാനം എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് തീരുമാനത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എംപററിൻ്റെ സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ചില തീരുമാനങ്ങൾ അവർ ഉറച്ച ഒരു തീരുമാനത്തിൽ കൂടിയാണ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്ത് ഉറച്ച തീരുമാനമാണ്? ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്.
നിങ്ങളെ സെലക്ട് ചെയ്യണം, നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന തീരുമാനങ്ങൾ. ഇതുവരെ ജീവിതത്തിൽ വന്നിരുന്ന പല തെറ്റുകളുമുണ്ട്, അതെല്ലാം മാറ്റിയിട്ട് ഒരു ന്യൂ ബിഗിനിങ് ലൈഫിൽ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന തീരുമാനം, ഫസ്റ്റ് കാർഡുകാരുടെ തീരുമാനം ഉറച്ചതാണ്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ തെറ്റുകുറ്റങ്ങൾ സമ്മതിക്കാൻ സാധ്യതയില്ല, കാരണം അവരുടെ തെറ്റുകുറ്റങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ് പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി. ഡബിൾ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യുക, ഒരു ടോക്സിക് റിലേഷൻ ആയിരിക്കും ഈ ഒരു രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ഇടയിൽ. അവർ ഒരിക്കലും അവരുടെ കുറ്റം സമ്മതിച്ച് തരില്ല, കാരണം അവരുടെ തെറ്റുകുറ്റങ്ങൾ ഇവിടെ മൂടി വയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരിലാണ് വിജയം നേടാൻ ശ്രമിക്കുന്നത്. നിങ്ങളെക്കാളും കൂടുതലും അവരെ ഉയർത്താൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങളെ കൺട്രോളിങ്ങിൽ നിർത്തി നിങ്ങൾ അവരെ താഴ്ന്ന് അവരുടെ കൺട്രോളിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ റിലേഷൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതല്ലാണ്ട് അവർ ചെയ്തു പോയ തെറ്റ് ഇതാണ് എന്ന് വിചാരിച്ച് അവർ നിങ്ങളെ താഴ്ന്നു നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നില്ല. പക്ഷേ അവരുടെ ലൈഫിൽ പ്രയോറിറ്റി ഉള്ള ചില വ്യക്തികളുണ്ട്. ആ പ്രയോറിറ്റിയെ നിങ്ങൾ അംഗീകരിച്ചു കൊണ്ട് നിങ്ങൾക്ക് നിൽക്കാമെങ്കിൽ നിൽക്കാം എന്നുള്ള രീതിയിൽ അവർ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അവരുടെ കാൽച്ചുവട്ടിൽ ഇതുപോലെ നിൽക്കാം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അവരുടെ ലൈഫിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്ന പല വ്യക്തികളും ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം സഹിച്ച് നിങ്ങൾക്ക് നിൽക്കാമെങ്കിൽ നിൽക്കാം എന്നുള്ള ഒരു എനർജിയിൽ, കൺട്രോളിങ്ങിലായിരിക്കും നിങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അവരുടെ തെറ്റുകുറ്റങ്ങൾ അവരൊരു സൈഡിൽ കൂടി ഒളിച്ചും കൊണ്ടുപോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, ഇല്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ഈ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നമുക്കിതിനെ മൊത്തത്തിലൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ തീരുമാനം എന്താണ്? വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. വെയിറ്റ് ചെയ്യുകയാണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. പ്ലാനിങ് ആണ്. ഓക്കെ, വീണ്ടും ഇതേ കാർഡാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി. ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പാഷനും അവരുടെ കാര്യങ്ങളെല്ലാം അതവർ ഹിഡനാക്കി തന്നെ വെച്ചിരിക്കും. അതിൽ നിന്ന് ഒരു മാറ്റം അവർ കാണിക്കുന്നില്ല. ഓക്കെ, അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് കാണിക്കുന്നില്ല. നിങ്ങളുമായിട്ട് ഓക്കെ സ്നേഹമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരണം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാർമികമായിട്ടുള്ള കാര്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും നാളുണ്ടായ കാര്യങ്ങൾക്ക് ഡെത്ത് സംഭവിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുക്കുകയാണ്, നിങ്ങളിലേക്ക് വരണം എന്നുള്ള തീരുമാനമെടുക്കുകയാണ്. ഫാമിലിയുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺസ്. ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇപ്പോഴും പഴയതുപോലെ എന്തെങ്കിലും വഴക്കോ ബഹളമോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കുറിച്ച് ചോദ്യമോ വഴക്കോ എന്തെങ്കിലും ഉണ്ടാകുന്നു എന്ന് നോക്കും. ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ കൊണ്ടുവരികയുള്ളൂ. ഇവിടെ പല വ്യക്തികളുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് അവരുടെ വീട്ടിലുള്ള വ്യക്തികളായിരിക്കും, അവരുടെ സുഹൃത്തുക്കളായിരിക്കും, തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടി കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഇവിടെ ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഫാമിലി ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവരൊരു തീരുമാനം പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. പ്ലാൻ നടക്കുന്നുണ്ട് ഇവിടെ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ്. റിലേഷൻഷിപ്പിൽ എന്തായാലും സ്ട്രെങ്ത് വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളോട് ചോദിച്ച് എല്ലാവരും കൂടി ആലോചിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ എന്തുകൊണ്ടാണ് 3 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് അവരിപ്പം നല്ല രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നും
നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഈ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളിൽ പേഴ്സൺ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, എങ്കിലും ചില വ്യക്തികൾക്ക് കൂടുതലും സെക്ഷൽ അഡിക്ഷൻ ഇവിടെ ഉള്ളതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ കൂടുതലും നിങ്ങളിലേക്ക് സെക്ഷലായിട്ട് അറ്റാച്ച് ആയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുത്ത നന്മകളെല്ലാം, നിങ്ങൾ സ്നേഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമുള്ളതായി തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പക്ഷേ ഇതിൽ ഫസ്റ്റ് കാർഡിൽ അവർ തീരുമാനമെടുക്കുന്നു. തേർഡ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞാലാണ് തീരുമാനമെടുക്കുന്നത്. ഇവിടെ നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും കൺട്രോളിങ്ങിലായിരിക്കും. നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുവാൻ കഴിയുകയില്ല. അവരുടെ തെറ്റുകുറ്റങ്ങൾ മാറ്റിയിട്ട് വരണമെന്ന് പറഞ്ഞാൽ കഴിയുകയില്ല. അത് അവരുടെ ലോകമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ അവർ കുറ്റം വിധിക്കും. അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളാണ് അതിനെല്ലാം കാരണം, നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവരിലേക്ക് കുറ്റം ആരോപിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരിലുള്ള കുറ്റം നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തായാലും രണ്ട് കാർഡുകാർക്കും റീയൂണിയനുള്ള സാധ്യത ഉണ്ട്. ഈ കാർഡുകാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് റീയൂണിയനിലേക്ക് കടന്നു പോയാൽ മതി, കാരണം ഇതൊരു ടോക്സിക്കാണ്. ഇവിടെയും കൺട്രോൾ ആണ്, എങ്കിൽ പോലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇത് കൺട്രോൾ നല്ല രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യും. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണിത്. അപ്പം അവർ ഒന്നാമനാണ്, ഏരീസാണ്. ഭയങ്കര ദേഷ്യവും അവരുടെ സ്ഥാനങ്ങൾക്കൊക്കെ വലിയ വാല്യൂ കൊടുക്കുന്നതാണ്. എന്തിനും ഏതിനും വഴക്കിടുന്ന, അല്ലെങ്കിൽ അവർ പൊരുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എങ്കിൽ പോലും ഇതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി ഒരു മയമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഡബിൾ എനർജിയാക്കി, കാരണം ഇവിടെ അവരുടെ കുറ്റങ്ങളെ നിങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.